വെൽക്കം ടു QA ഫോക്കസ്. ഇന്ന് നമ്മൾ വർക്ക് എനർജി പവറിനകത്ത് ഒത്തിരി പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നോക്കുന്നത്. അതായത് പബ്ലിക് എക്സാമിനും മോഡൽ എക്സാമിനും ഇംപ്രൂവ്മെൻറ്റ് എക്സാമിനും ഒക്കെ ആയിട്ട് പലപ്പോഴായിട്ട് റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഷോർട്ട് ക്വസ്റ്റ്യൻസ് ആണ് നോക്കുന്നത്. ജസ്റ്റ് നിങ്ങൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് എടുത്ത് നോക്കിയാൽ മതി. ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് അതിനകത്ത് കാണാം. അതും ഒരു വർഷത്തെ ക്വസ്റ്റ്യനിലല്ല ഇത് കാണുന്നത്, പല വർഷങ്ങളിലായിട്ട് തിരിച്ചും മറിച്ചും ഒക്കെ ചോദിച്ചിട്ടുള്ളതാണ്. ഒത്തിരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, നോക്കിയേക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. ഷോ ദാറ്റ് ഇൻ പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് കൊളീഷൻ in one dimension, relative velocity after collision is equal to relative velocity before collision. ഒരു 2 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ടാണ് ഇത് ചോദിച്ചിട്ടുള്ളത്. പബ്ലിക് എക്സാമിന് 2 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ടാണ് ഇത് വന്നിട്ടുള്ളത്. എന്ത് പറഞ്ഞിരിക്കുന്നത്? പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് കൊളീഷൻ അല്ലേ? പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് കൊളീഷൻ ആണെങ്കിൽ നമ്മുടെ മൈൻഡിലേക്ക് ആദ്യം വരേണ്ട കാര്യം മൊമെൻറ്റം കൺസേർവ്ഡ് ആയിരിക്കും. അതേപോലെ കൈനറ്റിക് എനർജിയും കൺസേർവ്ഡ് ആയിരിക്കും. അതായത് മൊമെൻറ്റം ആൻഡ് കൈനറ്റിക് എനർജി ബിഫോർ കൊളീഷൻ ആഫ്റ്റർ കൊളീഷൻ ഈക്വൽ ആയിരിക്കും. ഓക്കെ, ഇതിൻ്റെ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ നമുക്ക് എങ്ങനെ ആൻസർ ചെയ്യാൻ നോക്കാം. ആദ്യം നമ്മൾ 2 ഒബ്ജക്റ്റിനെ കൺസിഡർ ചെയ്യുന്നു. ഒരെണ്ണത്തിൻ്റെ മാസ് m1 ആണ്, അത് u1 വെലോസിറ്റി മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നു. വേറൊരു മാസ് എടുത്തു, അത് m2 ആണ്, അത് u2 വെലോസിറ്റിയിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ അത് രണ്ടും കൂടി ഒന്ന് കൊളൈഡ് ചെയ്യുന്നു, m1 m2. അത് കഴിയുമ്പോഴത്തേക്കും m1 v1 വെലോസിറ്റിയിലും m2 v2 വെലോസിറ്റിയിലും മൂവ് ചെയ്യുന്നു. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയോ? ഇത് ബിഫോർ കൊളീഷനാണ്, ഇത് ആഫ്റ്റർ കൊളീഷനാണ്. ആഫ്റ്റർ കൊളീഷൻ. ഓക്കെ, ഇത് കൊളൈഡ് ചെയ്യുന്ന ടൈമാണ്. ക്ലിയർ ആയോ? ഇനി ഇവിടെ പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് എന്ന് പറഞ്ഞിരിക്കുന്നത് കൊണ്ട് തന്നെ ആരൊക്കെ കൺസേർവ്ഡ് ആയിരിക്കും? പൊട്ടൻഷ്യൽ എനർജി, മൊമെൻറ്റം ആൻഡ് പൊട്ടൻഷ്യൽ എനർജി, കൈനറ്റിക് എനർജി. മൊമെൻറ്റം P ആണ് ആൻഡ് KE, കൈനറ്റിക് എനർജി ആർ കൺസേർവ്ഡ്. ഇനി നമുക്ക് 1 by 1 ആയിട്ട് നമുക്ക് എഴുതി നോക്കാം. മൊമെൻറ്റം ബിഫോർ കൊളീഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം. മൊമെൻറ്റം എന്ന് പറയുന്നത് മാസ് ഇൻറ്റു വെലോസിറ്റി ആണ്. ഫസ്റ്റ് വണ്ണിൻ്റെ മാസ് m1, അതിൻ്റെ വെലോസിറ്റി u1. അപ്പോൾ അതിൻ്റെ മൊമെൻറ്റം m1 u1 പ്ലസ് കഴിഞ്ഞില്ല, ഒരാളും കൂടി ഉണ്ടല്ലേ, m2 u2 ഈക്വൽ ടു. ഇനി മൊമെൻറ്റം ആഫ്റ്റർ കൊളീഷൻ. ആഫ്റ്റർ കൊളീഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ഇതിൻ്റെ മൊമെൻറ്റമാണ് നമുക്ക് എടുക്കേണ്ടത്. m1ൻ്റെ വെലോസിറ്റി v1 ആയി, m2ൻ്റെ വെലോസിറ്റി v2 ആയി. ക്ലിയർ? ഇനി നമ്മളിവിടെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ m1 വരുന്ന ടേംസിനെയൊക്കെ കൂടി ഒരു സൈഡിലേക്ക് കൊണ്ടുവരിക. ഇവിടെ m1 u1 ഉണ്ട്, ഇവിടുന്ന് m1 ഇപ്പുറത്തേക്ക് വന്നാൽ മൈനസ് m1 v1 ആകും, ഈക്വൽ ടു. ഇനി ഇവിടെ നോക്കിയേ, m2 v2 ഇവിടെയുണ്ട്, ഇവിടുത്തെ m2വിനെയും കൂടി ഇപ്പുറത്തേക്ക് കൊണ്ടുവരുന്നു. ഓക്കെ, അതായത് m1ൻ്റെ ടേംസിനെയൊക്കെ കൂടി ഒരു സൈഡിലേക്കും m2ൻ്റെ ടേംസിനെ കൂടി അപ്പുറത്തെ സൈഡിലേക്കും കൊണ്ടുപോയി. ഇതിൻ്റെ അകത്തുനിന്ന് ഒരു m1 കോമൺ ആണല്ലോ, ബാക്കി എന്ത് കിട്ടും? u1 മൈനസ് v1 ഈക്വൽ ടു, ഇപ്പുറത്തോ m2 ഇൻറ്റു v2 മൈനസ് u2. ക്ലിയർ? ഇതിന് നമുക്ക് ഇക്വേഷൻ 1 നമുക്ക് കൊടുത്തേക്കാം. ഓക്കെ, ഇനി മൊമെൻറ്റം കൺസേർവ്ഡ് ആണെന്നുള്ളത് വെച്ചിട്ടാണ് നമ്മൾ ഇത്രയും കാര്യങ്ങൾ ചെയ്തത് അല്ലേ? ഇനി കൈനറ്റിക് എനർജി കൺസേർവ്ഡ് ആണെന്ന് ഇവിടെ പറയുന്നുണ്ടല്ലോ, അത് വെച്ചിട്ട് നമുക്ക് കൈനറ്റിക് എനർജിയുടെ കാര്യങ്ങൾ എഴുതാമല്ലോ. കൈനറ്റിക് എനർജി ബിഫോർ കൊളീഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ഫസ്റ്റ് വണ്ണിൻ്റെ m1 u1 സ്ക്വയർ പ്ലസ് സെക്കൻഡ് വണ്ണിൻ്റെ m2 u2 സ്ക്വയർ ഈക്വൽ ടു, അപ്പുറത്ത് വരുമ്പം ഹാഫ് m1 v1 സ്ക്വയർ പ്ലസ് ഹാഫ് m2 v2 സ്ക്വയർ. എല്ലാത്തിനകത്തെ ഹാഫ് നമുക്ക് കട്ട് ചെയ്ത് കളയാം. ഇനി നേരത്തെ ചെയ്തതുപോലെ തന്നെ m1ൻ്റെ ടേംസ് കൂടി ഒരു സൈഡിലേക്ക് കൊണ്ടുവരിക. മൈനസ് ഇപ്പുറത്ത് m1 വരുമ്പം m1 v1 സ്ക്വയർ എന്ന് വരും, ഈക്വൽ ടു. ഇവിടെ ആരുണ്ട്?
m2 v2 സ്ക്വയർ അവിടെയുണ്ട്. ഇവിടെയുള്ള m2നെയും കൂടി ഇപ്പുറത്തേക്ക് കൊണ്ടുവരിക. ഇവിടെ ചെയ്ത അതേ സ്റ്റെപ്സ് തന്നെയാണ് നമ്മളിവിടെ ചെയ്യുന്നത്. കൈനറ്റിക് എനർജി എടുത്തിരിക്കുന്നതുകൊണ്ട് തന്നെ ഒരു സ്ക്വയർ ടേം വരുന്നേ ഉള്ളൂ. വെലോസിറ്റിയുടെ എല്ലാത്തിൻ്റെയും സ്ക്വയർ ടേം വരുന്നേ ഉള്ളൂ. ഇതിൻ്റെ അകത്ത് m1 പുറത്തെടുത്തു. u1 സ്ക്വയർ മൈനസ് v1 സ്ക്വയർ ഈക്വൽ ടു ഇവിടെ ഒരു m2 ഉണ്ട്. ബാക്കിയോ v2 സ്ക്വയർ മൈനസ് u2 സ്ക്വയർ. ഇതിന് നമ്മൾ ഇക്വേഷൻ 2 എന്ന് കൊടുത്തു. ഇനി ഇക്വേഷൻ 2വിനെ ഇക്വേഷൻ 1 കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുകയാണ്. ഇക്വേഷൻ 2 ഡിവൈഡഡ് ബൈ ഇക്വേഷൻ 1. ഇക്വേഷൻ 1 എന്തൊക്കെയായിരുന്നു? m1 u1 സ്ക്വയർ മൈനസ് v1 സ്ക്വയർ m2 v2 സ്ക്വയർ മൈനസ് u2 സ്ക്വയർ. ഇക്വേഷൻ 1 വരുമ്പോഴോ എങ്ങനെയാണ് നമ്മൾ ഡിവൈഡ് ചെയ്യേണ്ടത്? ലെഫ്റ്റ് ഹാൻഡ് സൈഡും കൂടി ഡിവൈഡ് ചെയ്യുക, റൈറ്റ് ഹാൻഡ് സൈഡും കൂടി ഡിവൈഡ് ചെയ്യുക അല്ലേ. അപ്പോൾ ഇവിടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എന്ന് പറയുമ്പോൾ m1 u1 മൈനസ് v1 ആണ്. ഇവിടെയോ m2 v2 മൈനസ് u2 ആണ്. ഇനി ഒരു കാര്യം നോട്ട് ചെയ്തേ, m1 ഒക്കെ കട്ടായി പോകും. ഇത് ശരിക്കും a സ്ക്വയർ മൈനസ് ബി സ്ക്വയറിൻ്റെ ഫോമിലാണോ? a സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ആണെങ്കിൽ നമുക്കറിയാം a പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്ന് എഴുതാം അല്ലേ. a പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ ഇവിടെ വരുന്ന u1 മൈനസ് v1ഉം താഴെ വരുന്ന u1 മൈനസ് v1ഉം കൂടി കട്ടായി പോവുമല്ലോ. ബാക്കി ഇവിടെ ആരെ കിട്ടും നമുക്ക്? u1 പ്ലസ് v1. മനസ്സിലായോ കാര്യം? ഇത് a സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ആണ്. അങ്ങനെയാണെങ്കിൽ u1 മൈനസ് v1 ഇൻറ്റു u1 പ്ലസ് v1 എന്ന് എഴുതാം. ആ മൈനസും കൂടി വരുന്നത് ക്യാൻസലായി പോവും. ബാക്കി ആരെ കിട്ടും? u1 പ്ലസ് v1 എന്ന് കിട്ടും. അതേപോലെ തന്നെ ഇവിടെ നോക്കിക്കേ, v2 മൈനസ് u2 ഇൻറ്റു v2 പ്ലസ് u2 എന്ന് വരും. ആ മൈനസ് വരുന്ന ടേം അങ്ങ് ക്യാൻസലായി പോവും. ബാക്കി ആരെ കിട്ടും? ഇവിടെ v2 മൈനസ് വരുന്ന ടേം ക്യാൻസലാകും. ബാക്കി പ്ലസ് വരുന്ന ടേം നമുക്കിവിടെ കിട്ടും. ഇനി ഇതിങ്ങനെ ഒറ്റ സ്റ്റെപ്പിൽ പറഞ്ഞത് മനസ്സിലാകാത്തവർക്ക് വേണ്ടിയിട്ട് വേണമെങ്കിൽ അതൊന്നും കൂടി ഒന്ന് ക്ലിയർ ആയിട്ട് പറയാം. അതുകൊണ്ട് നമുക്കിതിനെ ഇങ്ങനെ എഴുതാം. v1 ഇൻറ്റു u1 പ്ലസ് v1 എന്ന് എഴുതാം. അതേപോലെ ഇപ്പുറത്തെ ഈക്വൽ സൈൻ്റെ ഇപ്പുറത്തേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് m2 ഇൻറ്റു v2 മൈനസ് u2 ഇൻറ്റു v2 പ്ലസ് u2 എന്ന് എഴുതാം. ബൈ ആരുണ്ട്? m2 ഇൻറ്റു v2 മൈനസ് u2 ഉണ്ട്. m1 ക്യാൻസൽ, m2 ക്യാൻസൽ, v1 മൈനസ് ക്യാൻസൽ, v2 മൈനസ് u2 ക്യാൻസൽ. ബാക്കി എന്ത് കിട്ടും? u1 പ്ലസ് v1ഉം ഇവിടെ v2 പ്ലസ് u2. അത് തന്നെയാണ് ഇവിടെയും കിട്ടിയിരിക്കുന്നത്. കണ്ടോ? ചിലർക്ക് സ്റ്റെപ്സ് ഇങ്ങനെ എഴുതിയാലേ മനസ്സിലാവുള്ളൂ. ചിലർക്ക് ഒത്തിരി ലെന്തി ആയിട്ടുള്ള സ്റ്റെപ്സിലേക്ക് പോകാൻ ഇഷ്ടമല്ല. പെട്ടെന്ന് അങ്ങ് സോൾവ് ചെയ്ത് പോകാൻ പറ്റും. ഏതാണോ നിങ്ങളുടെ സൗകര്യം അതനുസരിച്ച് പഠിച്ചോ കേട്ടോ. എക്സാമിന് ഈ സ്റ്റെപ്പ് എഴുതിയില്ലെന്ന് വെച്ച് മാർക്ക് കുറയാനൊന്നും പോകുന്നില്ല. ഈ സ്റ്റെപ്പ് എഴുതിയെന്ന് വെച്ചും പ്രശ്നമൊന്നുമില്ല. ഏതാണോ ഓർത്തിരിക്കാൻ എളുപ്പം ആ മെത്തേഡിലങ്ങ് ഫോളോ ചെയ്തോ. ഓക്കെ, എന്തുവാണെങ്കിലും നമുക്കിപ്പോൾ അവസാനം എന്ത് കിട്ടി? u1 പ്ലസ് v1 ഈക്വൽ ടു v2 പ്ലസ് u2 അല്ലേ. ഇനി ഇനിഷ്യൽ വെലോസിറ്റിയുടെ കൂടി നമുക്ക് ഒരു സൈഡിലേക്ക് കൊണ്ടുവരാം. u1 മൈനസ് u2 ഈക്വൽ ടു ഇപ്പുറത്ത് v2 മൈനസ് v1 അല്ലേ. v2 ഇവിടെ ഉണ്ട്, ഇതിപ്പുറത്ത് വരുമ്പോൾ v1 വരും. ഇതിനെ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാമല്ലോ. u1 മൈനസ് u2, ഇവിടുന്ന് ഒരു മൈനസ് സൈൻ പുറത്തേക്ക് എടുത്താൽ നമുക്ക് v1 മൈനസ് v2 എന്ന് എഴുതാം. അകത്തോട്ട് കൊടുക്കുമ്പോഴോ മൈനസ് v1, അതല്ലേ ഇവിടെയുള്ളത്. മൈനസ് ഓഫ് മൈനസ് പ്ലസ് ആകത്തില്ലേ, അതല്ലേ ഇവിടെയുള്ളത്. അപ്പോൾ തെറ്റൊന്നുമില്ലല്ലോ, ഒരു മൈനസ് പുറത്തെടുത്തിട്ട് എഴുതാമല്ലോ. ഇതാരാ ശരിക്കും? റിലേറ്റീവ് വെലോസിറ്റി ബിഫോർ കൊളീഷൻ. ഇതാരാ? റിലേറ്റീവ് വെലോസിറ്റി ആഫ്റ്റർ കൊളീഷൻ. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യാനായിട്ട് ചോദിച്ചിരിക്കുന്നത്.
റിലേറ്റീവ് വെലോസിറ്റി ബിഫോർ കൊളീഷനും റിലേറ്റീവ് വെലോസിറ്റി ആഫ്റ്റർ കൊളീഷനും ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യാനായിട്ട്. രണ്ടിൻ്റെയും മാഗ്നിറ്റ്യൂഡ് ഈക്വലായിട്ടായിരിക്കും വരുന്നത്. 2 മാർക്ക് ക്വസ്റ്റ്യൻ കേട്ടോ, ചെയ്ത് പഠിച്ചോണം. പ്രത്യേകിച്ചൊന്നുമില്ല, എളുപ്പമാണ്. ആദ്യം നമ്മൾ മൊമെൻറ്റം എഴുതുക, അതിൻ്റെ അകത്ത് നിന്ന് M1 വരുന്ന ടേംസ് ഒക്കെ കൂടി ഒരു സൈഡിലേക്ക്, M2 വരുന്ന കൂടി അടുത്ത സൈഡിലേക്കും. പിന്നെ കൈനറ്റിക് എനർജി എഴുതുക, അവിടെ അതേപോലെ തന്നെ M1 വരുന്ന ടേംസ് ഒരു സൈഡും M2 വരുന്ന വേറൊരു സൈഡും. ഇനി ഇക്വേഷൻ 2നെ 1 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഡിവൈഡ് ചെയ്യുമ്പോൾ a² - b² ഫോമില എന്നുള്ളത് പെട്ടെന്ന് ഓർത്താൽ മതി. മൈനസ് വരുന്നത് ക്യാൻസലായി പോവും, ബാക്കി പ്ലസ് വരുന്നത് മാത്രമേ കിട്ടുകയുള്ളൂ. ഇനി ഈ കിട്ടുന്നതിനെ ജസ്റ്റ് ഒന്ന് അപ്പുറത്തോട്ട് ഇപ്പുറത്തോട്ട് ഒന്ന് അറേഞ്ച് ചെയ്ത് എഴുതുക. അതായത് യുവിൻ്റെ ടേംസ് ഇനീഷ്യൽ വെലോസിറ്റിയെ കൂടി ഒരു സൈഡിലും ഫൈനൽ വെലോസിറ്റിയെ കൂടി അടുത്ത സൈഡിലും. കഴിഞ്ഞ പരിപാടി. 2 മാർക്ക് നമ്മുടെ കയ്യിലിരിക്കും. സെറ്റല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ, അടുത്ത ക്വസ്റ്റിലേക്ക് പോയാലോ? ഇതും പലപ്പോഴായിട്ട് ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ് കേട്ടോ. പലപ്പോഴായിട്ട് 1 മാർക്ക് ക്വസ്റ്റ്യനായിട്ട് വന്നിട്ടുണ്ട്. ഇതിപ്പം ചോദിച്ചിരിക്കുന്നത് 2 മാർക്ക് ക്വസ്റ്റ്യനായിട്ടാണ്. ഒരു 2 മാർക്ക് ക്വസ്റ്റ്യനാണ് ഇത്. 1 മാർക്കായിട്ട് ചോദിച്ചിട്ടുണ്ട്. ചിലയിടത്ത് ഇത് വേറെ ക്വസ്റ്റ്യൻ്റെ കൂടെ കമ്പൈൻ ചെയ്ത് 3 മാർക്കൊക്കെ ആയിട്ട് വരാം, അല്ലെങ്കിൽ ചെറിയ ചെറിയ പ്രോബ്ലംസ് ആയിട്ട് ചോദിക്കാം. സ്ഥിരം കാണുന്ന ക്വസ്റ്റ്യനാണ്. നോക്കി, റൈറ്റ് ദ വർക്ക് ഡൺ ഇൻ ഈച്ച് ഓഫ് ദ ഫോളോയിങ് കേസസ് ആസ് 0, പോസിറ്റീവ്, നെഗറ്റീവ്. താഴെ തന്നിരിക്കുന്ന കേസുകളിൽ വർക്ക് ഡൺ 0 ആണോ, പോസിറ്റീവ് ആണോ, നെഗറ്റീവ് ആണോ എന്ന് പറയാനാണ് ചോദിച്ചിരിക്കുന്നത്. ഫസ്റ്റ് വൺ, സെൻട്രിപെറ്റൽ ഫോഴ്സ് ഇൻ സർക്കുലർ മോഷൻ. വർക്ക് ഡൺ ബൈ സെൻട്രിപെറ്റൽ ഫോഴ്സ് ഇൻ സർക്കുലർ മോഷൻ. സർക്കുലർ മോഷനകത്ത് സെൻട്രിപെറ്റൽ ഫോഴ്സ് ചെയ്യുന്ന വർക്ക് ഡൺ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സർക്കുലർ പാത്തിൽ കൂടി മൂവ് ചെയ്യുന്ന ഒരു ഒബ്ജക്റ്റ്, അതിൻ്റെ ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറയുന്നത് ഇങ്ങനെയായിരിക്കും അല്ലേ? ഈ പൊസിഷൻ കുറച്ച് കഴിയുമ്പോൾ അത് ഇങ്ങോട്ടേക്ക് വരുന്നു, പിന്നെ കുറച്ച് കഴിയുമ്പോൾ അത് ഇങ്ങോട്ടേക്ക് വരുന്നു. അപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ട് ഇങ്ങനെയായിരിക്കും ഇതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് വരുന്നത്. സെൻട്രിപെറ്റൽ ഫോഴ്സ് എന്ന് പറയുന്നത് സെൻട്രിൽ നിന്ന് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് അല്ലേ? അപ്പോൾ ഇവിടെ ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറയുന്നത് ഈ ഡയറക്ഷനിലും ഫോഴ്സ് എന്ന് പറയുന്നത് ഈ ഡയറക്ഷനിലും. എന്ന് വെച്ചാൽ ഫോഴ്സും ഡിസ്പ്ലേസ്മെൻറ്റും എങ്ങനെയായിരിക്കും? പെർപെൻഡിക്കുലർ ആയിരിക്കും. ഫോഴ്സും ഡിസ്പ്ലേസ്മെൻറ്റും പെർപെൻഡിക്കുലർ ആയിരിക്കും. അതായത് തീറ്റ എന്ന് പറയുന്നത് 90 ഡിഗ്രിയാണ്. നമുക്കറിയാം വർക്ക് ഡൺ W എന്ന് പറയുന്നത് FS കോസ് തീറ്റയാണ്. ഇവിടെ കോസ് 90 വരും. കോസ് 90യുടെ വാല്യൂ 0 ആണ്. അതുകൊണ്ട് ടോട്ടൽ വർക്ക് ഡൺ എന്തായിട്ട് മാറും? 0 ആയിട്ട് മാറും. ഇത് ഇത്രയും ഡയഗ്രാം വരച്ചൊന്നും എഴുതേണ്ട കാര്യമില്ല. ജസ്റ്റ് ഒന്ന് മനസ്സിലാകാൻ വേണ്ടി മാത്രം ഇങ്ങനെ വരച്ചെന്നേ ഉള്ളൂ. എന്തുമാത്രം ഓർത്തിരുന്നാൽ മതി? സർക്കുലർ മോഷനിൽ സെൻട്രിപെറ്റൽ ഫോഴ്സ് ചെയ്യുന്ന വർക്ക് 0 ആണ്. ദ വർക്ക് ഡൺ ഈസ് 0 എന്ന് എഴുതിയാൽ മാത്രം മതി, ആൻസറായി. ഇനി കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് വേണമെങ്കിൽ നമുക്ക് അവിടെ എന്ത് എഴുതാം? ഫോഴ്സ് ആൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ് ആർ പെർപെൻഡിക്കുലർ, തീറ്റ ഈക്വൽ ടു 90 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ വർക്ക് എന്തായിട്ട് മാറും? 0 ആയിട്ട് മാറും. ഇനി ഈ ക്വസ്റ്റ്യൻ തന്നെ നമുക്ക് സ്ഥിരം അറിയാവുന്ന കാര്യമാണ്. ഒരു വെയിറ്റ് തലയിൽ വെച്ചുകൊണ്ട് നടന്നു പോകുന്നയാളും ഗ്രാവിറ്റേഷൻ ഫോഴ്സുമായിട്ട് ചെയ്യുന്ന വർക്ക് ഡൺ എന്തായിരിക്കും എന്നുള്ളത് അല്ലേ? സാധാരണ ഒരാൾ നല്ലൊരു വെയിറ്റ് തലയിൽ വെച്ചുകൊണ്ട് നടന്നു പോയിക്കൊണ്ടിരിക്കുന്നു അല്ലേ? ഗ്രാവിറ്റേഷൻ ഫോഴ്സ് എന്ന് പറയുന്നത് നേരെ താഴേക്കാണ് ആക്ട് ചെയ്യുന്നത്. ഡിസ്പ്ലേസ്മെൻറ്റ് ഈ ഡയറക്ഷനിലാണ്, ഫോഴ്സ് നേരെ താഴേക്കാണ്, രണ്ടും പെർപെൻഡിക്കുലർ ആണ്. അവിടെയും വർക്ക് ഡൺ എന്തായിട്ട് മാറും? 0 ആയിട്ട് മാറും. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ തന്നെ ഇങ്ങനെയും ചോദിക്കാം, ഇങ്ങനെയും ചോദിക്കാം. DTO ഇങ്ങനെയും പലപ്പോഴും ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഇനി അടുത്ത കേസ് നോക്കിക്കേ. ഫ്രിക്ഷൻ, വർക്ക് ഡൺ ബൈ ഫ്രിക്ഷൻ. ഫ്രിക്ഷൻ ചെയ്യുന്ന വർക്ക് ഡൺ എങ്ങനെയായിരിക്കും? പെട്ടെന്നൊന്ന് ആലോചിച്ച് നോക്കിക്കേ. ഒരു റോഡിൽ കൂടി ഒരു വണ്ടി ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നു. വണ്ടിയുടെ ഡിസ്പ്ലേസ്മെൻറ്റ് ഈ ഡയറക്ഷനിലാണ്. ഫ്രിക്ഷൻ എന്ന് പറയുന്നത് എപ്പോഴും മോഷന് ഓപ്പോസ് ചെയ്യുന്ന ഫോഴ്സാണ് അല്ലേ? മൂവ്മെൻറ്റിനെ ഓപ്പോസ് ചെയ്യുന്നതാണ് ആര്? ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ ഫ്രിക്ഷൻ ആക്ട് ചെയ്യുന്നത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും, ഇങ്ങോട്ടേക്കായിരിക്കും ഫ്രിക്ഷണൽ ഫോഴ്സ് വരുന്നത്. ഡിസ്പ്ലേസ്മെൻറ്റ് ഫോഴ്സും ഓപ്പോസിറ്റ് ഡയറക്ഷൻ അല്ലേ? അങ്ങനെയാണെങ്കിൽ വർക്ക് ഡൺ എന്തായിരിക്കും? നെഗറ്റീവ്. വർക്ക് ഡൺ നെഗറ്റീവ്. ഇനി കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഫോഴ്സ് ഡിസ്പ്ലേസ്മെൻറ്റ് ഈ ഡയറക്ഷനിൽ, ഫോഴ്സ് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ എന്ന് വെച്ചാൽ തീറ്റ എത്രയായിരിക്കും? 180 ഡിഗ്രി. കോസ് 180 വരുമ്പോൾ -1 വരും അല്ലേ? നമുക്ക് വർക്ക് ഡൺ
എഫ് കോസ് 180 എന്ന് എഴുതാം. അത് മൈനസ് വരും, അതുകൊണ്ട് വർക്ക് ഡൺ എന്തായിരിക്കും? നെഗറ്റീവ്. കോസ് 180 -1 ആണ്, അതുകൊണ്ട് വർക്ക് ഡൺ നെഗറ്റീവ് ആയിരിക്കും. ക്ലിയർ ആയോ? ഓക്കെ. ഇനി നെക്സ്റ്റ് കേസ് നോക്കിയേ. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഓൺ എ ഫ്രീലി ഫോളിംഗ് ബോഡി. താഴേക്ക് വീഴുന്ന ഒരു ഓബ്ജക്റ്റിലേക്ക് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ചെയ്യുന്ന വർക്ക് ഡൺ എന്തായിരിക്കും? ഇപ്പോൾ ഒന്ന് ചെയ്യാൻ പറ്റുമായിരിക്കും അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, എന്തായിരിക്കും കിട്ടുന്നതെന്ന്. ഫ്രീലി ഫോളിംഗ് ബോഡി എന്ന് പറയുമ്പോൾ മുകളിൽ താഴത്തോട്ട് വീഴുകയാണ്. ഡിസ്പ്ലേസ്മെൻറ്റ് ഈ ഡയറക്ഷനിലാണ്. ഇതിനകത്ത് ആക്ട് ചെയ്യുന്ന ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ഏത് ഡയറക്ഷനിലായിരിക്കും? നേരെ താഴേക്ക് തന്നെയായിരിക്കും അല്ലേ? ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റേഷനും രണ്ടും സെയിം ഡയറക്ഷൻ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ വർക്ക് ഡൺ എന്തായിരിക്കും? പോസിറ്റീവ്. വർക്ക് ഡൺ പോസിറ്റീവ്. കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പറയണമെങ്കിൽ തീറ്റ എന്ന് പറയുന്നത് 0 ഡിഗ്രി ആണ്. രണ്ട് സെയിം ലൈനിലല്ലേ, സെയിം ഡയറക്ഷൻ അല്ലേ? 0 ആണ്. കോസ് 0 എന്ന് പറയുന്നത് 1 ആണ്. അങ്ങനെയെങ്കിൽ W = F കോസ് 0. കോസ് 0 1 ആയതുകൊണ്ട് ഇതെന്തായിട്ട് മാറും? പോസിറ്റീവായിട്ട് മാറും. വർക്ക് ഡൺ പോസിറ്റീവ് ആയിരിക്കും. ക്ലിയർ? The applied force in lifting an object. Work done by the applied force in lifting an object. ഒരു ഒബ്ജക്റ്റിനെ പൊക്കാനായിട്ട്, മുകളിലേക്ക് ഉയർത്താനായിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് ചെയ്യുന്ന വർക്ക് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒരു ഒബ്ജക്റ്റിനെ മുകളിലോട്ട് പൊക്കാനായിട്ട് ഫോഴ്സ് അപ്ലൈ ചെയ്യണം. ഇതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് മുകളിലോട്ട് തന്നെ ആയിരിക്കില്ലേ അല്ലേ? എന്ന് വെച്ചാൽ രണ്ടും സെയിം ഡയറക്ഷനാണ്. അതായത് ഇവിടെ പറഞ്ഞ അതേ കേസ് തന്നെ. വർക്ക് ഡൺ എന്തായിട്ട് വരും? പോസിറ്റീവ്. വർക്ക് ഡൺ പോസിറ്റീവ്. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയോ? ഇനി ഇവിടെ തന്നെ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഒരു ഒബ്ജക്റ്റിനെ മുകളിലേക്ക് ലിഫ്റ്റ് ചെയ്യുകയാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ചെയ്യുന്ന വർക്കാണ് ചോദിച്ചതെങ്കിലോ? ഗ്രാവിറ്റേഷൻ ഫോഴ്സ് എന്ന് പറയുമ്പോൾ നേരെ താഴേക്കാണ് അല്ലേ? രണ്ടും ഓപ്പോസിറ്റ് അല്ലേ? വർക്ക് ഡൺ എന്തായിട്ട് മാറും? നെഗറ്റീവായിട്ട് മാറും. അതായത് ആരുടെ കേസ് പോലെ വരും? നമ്മൾ നേരത്തെ പറഞ്ഞ ഫ്രിക്ഷണൽ ഫോഴ്സിൻ്റെ കാര്യം പറഞ്ഞതുപോലെ വരും. ഡിസ്പ്ലേസ്മെൻറ്റും ഇതും ഓപ്പോസിറ്റ് വരുന്നതുകൊണ്ട് വർക്ക് ഡൺ നെഗറ്റീവായിട്ട് മാറും. ഇവിടെ ആരുടെ കാര്യം പറഞ്ഞത്? ഗ്രാവിറ്റേഷൻ ഫോഴ്സിൻ്റെ കാര്യം അല്ലേ? അപ്ലൈഡ് ഫോഴ്സ് ആണെങ്കിൽ രണ്ടും ഏതായിരിക്കും? സെയിം ഡയറക്ഷൻ ആയിരിക്കും, പോസിറ്റീവ് ആയിരിക്കും. ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ആണെങ്കിലോ നെഗറ്റീവ് ആയിരിക്കും. ക്ലിയർ? ഓക്കെ. ഇത് 2 മാർക്ക് ക്വസ്റ്റ്യൻ കേട്ടോ. 4 കാര്യങ്ങൾ 4 ക്വസ്റ്റ്യൻ ഉണ്ട് നമുക്ക് ആൻസർ ചെയ്യാനായിട്ട്. അപ്പോൾ 2 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അടുത്ത നോക്കിയേ. ഇതും ഒത്തിരി പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. അതും പല രീതിയിൽ ഈ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ന്യൂമറിക്കൽ പ്രോബ്ലംസ് ആയിട്ടും അല്ലാതെയും ഒക്കെ പല രീതിയിൽ ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ശരിക്കും ഒന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതെങ്ങനെ ചോദിച്ചാലും നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. എ കാർ ആൻഡ് എ ട്രക്ക് ഹാവ് ദ സെയിം കൈനറ്റിക് എനർജി. ഒരു കാറിനും ട്രക്കിനും ഒരേ കൈനറ്റിക് എനർജിയാണ്. വൈൽ ദേ ആർ മൂവിങ് എലോങ് 2 പാരലൽ റോഡ്. 2 പാരലൽ റോഡിൽ കൂടി മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. രണ്ടിനും സെയിം കൈനറ്റിക് എനർജിയാണ്. വിച്ച് വൺ വിൽ ഹാവ് ഗ്രേറ്റർ മൊമെൻറ്റം? ഏതിനായിരിക്കും കൂടുതൽ മൊമെൻറ്റം ഉള്ളത്? 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. കൈനറ്റിക് എനർജിയും മൊമെൻറ്റവുമായിട്ടുള്ള റിലേഷൻ എന്ന് പറയുന്നത് P²/2m. P മൊമെൻറ്റം, M മാസ്, K കൈനറ്റിക് എനർജി. കൈനറ്റിക് എനർജി ഓഫ് ട്രക്ക് ഈക്വൽ ടു കൈനറ്റിക് എനർജി ഓഫ് കാർ നമുക്ക് എഴുതാം. കാരണം ക്വസ്റ്റ്യൻ പറയുന്നുണ്ട് രണ്ടിനും സെയിം കൈനറ്റിക് എനർജി ആണെന്ന്. അങ്ങനെയാണെങ്കിൽ ട്രക്കിൻ്റെ PT² എന്ന് കൊടുക്കാമല്ലോ, 2mt എന്ന് കൊടുക്കാമല്ലോ. കാറിൻ്റെ എന്ത് കൊടുക്കാം? PC²/2mc അല്ലേ? നമുക്കറിയാം മാസ് ആർക്കായിരിക്കും കൂടുതൽ? ട്രക്കിൻ്റെ മാസ്സായിരിക്കും കൂടുതൽ ഉറപ്പായിട്ടും. അങ്ങനെയാണെങ്കിൽ ആരുടെ മൊമെൻറ്റം ആയിരിക്കും കൂടുതൽ? മൊമെൻറ്റം ഓഫ് ട്രക്ക് ഈസ് ഗ്രേറ്റർ ദാൻ മൊമെൻറ്റം ഓഫ് കാർ. ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കിയേ. 10/5 2 ആണ്, 4/2 2 ആണ് അല്ലേ? 5 കൂടുതലാണെങ്കിൽ ഇവിടെ വന്നിരിക്കുന്ന ഈ നമ്പറും കൂടുതലായിരിക്കും. ഇത് ചെറുതാണെങ്കിൽ അതിൻ്റെ ന്യൂമറേറ്ററിൽ വന്നിരിക്കുന്നത് ചെറുതായിരിക്കും. അപ്പോൾ ഇവിടെ ട്രക്കിൻ്റെ മാസ് കൂടുതലാണെങ്കിൽ
അതിൻ്റെ മൊമെൻറ്റം ആയിരിക്കും കൂടുതലായിട്ട് വരുന്നത്. ക്ലിയർ ആയോ? അപ്പോൾ ഇതൊരു 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ എന്ത് എഴുതിയാലും മതി, ട്രക്ക് ഹാസ് ഗ്രേറ്റർ മൊമെൻറ്റം എന്ന് എഴുതിയാലും മതി. ഒരു 2 മാർക്ക് ക്വസ്റ്റ്യൻ ആണ് കിട്ടുന്നതെങ്കിൽ നിങ്ങൾ ഈ സ്റ്റെപ്സ് ഇത്ര എഴുതണം, എങ്കിൽ മാത്രമേ ക്ലിയർ ആകത്തുള്ളൂ, മാർക്ക് ഫുള്ളായിട്ട് കിട്ടത്തുള്ളൂ. ഇപ്പോൾ 2 മാർക്ക് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് നമ്മൾ ട്രക്ക് ഹാസ് ഗ്രേറ്റർ മൊമെൻറ്റം എന്ന് എഴുതി കഴിഞ്ഞാൽ ചിലപ്പോൾ അതിന് 1 മാർക്കോ ഹാഫ് മാർക്കൊക്കെ വരുള്ളൂ. നമ്മൾ ബാക്കിയും കൂടി എഴുതിയാലേ കംപ്ലീറ്റ് ആകത്തുള്ളൂ. ക്ലിയർ ആയോ? ഓക്കെ. ഇനി അതിൻ്റെ അടുത്ത പാർട്ട് എന്താ ചോദിച്ചിരിക്കുന്നത്? ഇഫ് ദ മാസ് ഓഫ് ദ ട്രക്ക് ഈസ് 100 ടൈംസ് ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് ദി കാർ, ഫൈൻഡ് ദ റേഷ്യോ ഓഫ് വെലോസിറ്റി ഓഫ് ദ ട്രക്ക് ടു ദാറ്റ് ഓഫ് ദി കാർ. ഇതേ ക്വസ്റ്റ്യൻ എന്നുള്ള സബ് ക്വസ്റ്റ്യൻ നമ്മളിപ്പം ഓൾറെഡി ചെയ്ത് കഴിഞ്ഞതിൻ്റെ അകത്തു നിന്ന് വരുന്ന സബ് ക്വസ്റ്റ്യനാണിത്. നമ്മൾ ചെയ്ത് കഴിഞ്ഞ ആ ഇക്വേഷനെ തന്നെ ബേസ് ചെയ്ത് വരുന്നതാണ് ഈ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ. അതായത് ഇവിടെ പറയുന്നുണ്ട് രണ്ടിനും സെയിം കൈനറ്റിക് എനർജി ആണെന്ന് പറയുന്നുണ്ട് അല്ലേ. പിന്നെ എന്താ പറഞ്ഞിരിക്കുന്നത്? മാസ് 100 ടൈംസ് കൂടുതലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. സെയിം കൈനറ്റിക് എനർജി ആണെങ്കിൽ നമുക്ക് ട്രക്കിൻ്റെ കൈനറ്റിക് എനർജി 1/2 × mv² അല്ലേ, vt² ഈക്വൽ ടു c² എന്ന് എഴുതാം. ഹാഫും ഒക്കെ ക്യാൻസലായി പോവും. vt² by vc² is equal to mc by mt. ശരിയാണോ? വെറുതെ ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് മാത്രമേ ഉള്ളൂ. ഈ വി സി ഇവിടെ കൊണ്ടുവന്നു, ഈ mt നേരെ താഴേക്കും കൊണ്ടുവന്നു, ജസ്റ്റ് ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു. നമുക്ക് വേണ്ടത് vt/vc ആണ്, റേഷ്യോ ഓഫ് ദ വെലോസിറ്റി ഓഫ് ട്രക്ക് ബൈ കാർ ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? രണ്ട് സൈഡിലും റൂട്ട് എടുക്കണം അല്ലേ. mc/mt എന്ന് വരും. ഇവിടെ റൂട്ട് എടുക്കുമ്പോൾ നമുക്ക് സ്ക്വയർ അങ്ങ് പോയിട്ട് vt/vc എന്ന് വരും. ഇവിടെ റൂട്ട് എടുക്കുമ്പോൾ നമ്മൾ റൂട്ട് ഇട്ട് കൊടുക്കണം. ഇനി ക്വസ്റ്റ്യൻ പറയുന്നുണ്ട് ട്രക്കിൻ്റെ മാസ് കാറിൻ്റെ മാസിൻ്റെ 100 ടൈംസ് ആണ്, 100 mc ആണെന്ന് പറയുന്നുണ്ട്. ശരിയാണോ? ട്രക്കിൻ്റെ മാസ് കാറിൻ്റെതിനെക്കാട്ടിലും 100 ടൈംസ് ആണെന്ന് പറയുന്നുണ്ട്. mcയും ക്യാൻസലാവും. നമുക്കറിയാം 100ൻ്റെ റൂട്ട് എന്ന് പറയുന്നത് 10 ആണല്ലേ. നമുക്ക് എന്ത് കിട്ടും? 1/10. അപ്പോൾ റേഷ്യോ vt/vc ഈസ് ഈക്വൽ ടു 1/10. ഇത് സിമ്പിളായിട്ടുള്ള പ്രോബ്ലമാണ് കേട്ടോ. ഓൾറെഡി തന്ന ആ ക്വസ്റ്റിനെ ബേസ് ചെയ്ത് വരുന്ന അതിൻ്റെ കൂടെ തന്നെ വരുന്ന സബ് ക്വസ്റ്റ്യനാണ്. എക്സാമിന് ഇങ്ങനെയായിരിക്കും നമുക്ക് ക്വസ്റ്റ്യൻ വരുന്നത്. ഒരു ക്വസ്റ്റ്യൻ തന്നെ പല ഡിവിഷനായിട്ട് വന്നിട്ട് 2, 3, 1 ഒക്കെ ആയിട്ട് മാർക്ക് ഡിവൈഡ് ചെയ്ത് പോവും. ടോട്ടലി നമുക്കൊരു ചിലപ്പോൾ ഒരു 4 മാർക്കോ 5 മാർക്കോ 6 മാർക്കോ 3 മാർക്കോ ഒക്കെ നമുക്ക് അതിൻ്റെ അകത്ത് നിന്ന് കിട്ടാം. ക്ലിയർ ആയോ? ഓക്കെ. ഇനി ഇതേ ക്വസ്റ്റ്യൻ തന്നെ വേറെ രീതി ചോദിച്ചിരിക്കുന്നു. നോക്കിക്കേ. എ ലൈറ്റ് ബോഡി ആൻഡ് എ ഹെവി ബോഡി ഹാവ് ഈക്വൽ കൈനറ്റിക് എനർജീസ്. വിച്ച് വൺ ഹാസ് ഗ്രേറ്റർ മൊമെൻറ്റം? ഏതിനായിരിക്കും മൊമെൻറ്റം കൂടുതൽ? ഇതൊരു 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് കണ്ണുടച്ചങ്ങ് എഴുതാം. ഹെവി ബോഡി ഹാസ് ഗ്രേറ്റർ മൊമെൻറ്റം. ഇനി ഇതൊരു 2 മാർക്ക് ക്വസ്റ്റ്യൻ ആയിരുന്നെങ്കിലോ നമ്മളെങ്ങനെ അത് പ്രൂവ് ചെയ്യും? 2 മാർക്ക് ക്വസ്റ്റ്യൻ ആണെങ്കിൽ നമ്മൾ നേരത്തെ എഴുതിയ പോലെ തന്നെ എനർജിയും മൊമെൻറ്റും ആയിട്ടുള്ള റിലേഷൻ നമ്മൾ ആദ്യം എഴുതുന്നു. എനർജിയും മൊമെൻറ്റും ആയിട്ടുള്ള റിലേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും p²/2m ആണ്. അല്ലെങ്കിൽ p² ഈസ് ഈക്വൽ ടു 2me ആണ്. ഓക്കെ, 2me. അല്ലെങ്കിൽ p ഈക്വൽ ടു √2me എന്ന് എഴുതാം. ഇനി ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നത്? ലൈറ്റ് ബോഡി ഹെവി ബോഡി ഹാവ് ഈക്വൽ കൈനറ്റിക് എനർജി എന്ന് പറയുന്നുണ്ട്. രണ്ടിൻ്റെയും കൈനറ്റിക് എനർജി സെയിം ആണ്. അങ്ങനെയാണെങ്കിൽ മൊമെൻറ്റം പിന്നെ ആരെ ഡിപ്പെൻഡ് ചെയ്യുള്ളൂ? മാസിനെ ഡിപ്പെൻഡ് ചെയ്യത്തുള്ളൂ അല്ലേ. പ്രൊപ്പോർഷണൽ ടു മാസ് ആയിരിക്കും. അപ്പോൾ മാസ് കൂടുതലാണെങ്കിൽ എന്ത് കൂടുതലായിരിക്കും? മൊമെൻറ്റവും കൂടുതലായിരിക്കും. മാസ് കൂടുതലാണെങ്കിൽ മൊമെൻറ്റവും കൂടുതലായിരിക്കും. കണ്ടോ? സെയിം ക്വസ്റ്റ്യനാണ്. നമ്മൾ നേരത്തെ ചെയ്ത ക്വസ്റ്റ്യനും ഈ ക്വസ്റ്റ്യനും സെയിം തന്നെയാണ്. പക്ഷേ ഡിഫറെൻറ്റ് വേ ചോദിച്ചിരിക്കുന്നത് എങ്ങനെയാണെന്ന് കണ്ടോ?
നമുക്ക് ഇതിൻ്റെ കോൺസെപ്റ്റ് ക്ലിയർ ആയി കഴിഞ്ഞാൽ എങ്ങനെ ചോദിച്ചാലും നമുക്കിത് ആൻസർ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഇപ്പോൾ ഇംപ്രൂവ്മെൻറ്റ് എക്സാമിനൊക്കെ വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവരുണ്ട്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഒട്ടും തന്നെ ടൈം വേസ്റ്റ് ആകാതെ കുറഞ്ഞ സമയത്തിൽ ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ പഠിക്കുക എന്നുള്ളതാണ്. കാരണം +2 തന്നെ ഓൾറെഡി ഒത്തിരി പഠിക്കാനുണ്ട്. ആ +2 ഒത്തിരി പഠിച്ച് തീർക്കാനുള്ളതിൻ്റെ കൂട്ടത്തിൽ വേണം നമ്മൾ ആ +1 ഇമ്പ്രൂവ്മെൻറ്റിനും കൂടി പഠിക്കാനായിട്ട്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ മിനിമം ടൈം മാക്സിമം സ്റ്റഡി. പക്ഷേ ഈ മാക്സിമം സ്റ്റഡി എന്ന് പറയുന്നത് ക്വാളിറ്റി സ്റ്റഡി ആയിരിക്കണം. വേണ്ടതും വേണ്ടാത്തതും എല്ലാം കൂടി വെറുതെ വെച്ചിരുന്ന് പഠിച്ചിട്ട് കാര്യമുണ്ടോ? വെറുതെ നമ്മുടെ എഫേർട്ടും സ്ട്രെസ്സും ഒക്കെ കൂടത്തേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ മിനിമം ടൈം മാക്സിമം സ്റ്റഡി, ബട്ട് എങ്ങനെയായിരിക്കണം? ക്വാളിറ്റി സ്റ്റഡി ആയിരിക്കണം. വേണ്ടത് മാത്രം മാക്സിമം ഫോക്കസ് ചെയ്ത് എക്സാം ബേസിസിൽ പഠിച്ചു പോവുക. ഇനി +1 എക്സാം എഴുതാൻ പോകുന്നവരെ സംബന്ധിച്ചിടത്തോളം ആ 10th പാറ്റേൺ ഒക്കെ അങ്ങ് മാറി അല്ലേ, ഒത്തിരി പഠിക്കാനുണ്ട്, ഒത്തിരി തീർക്കാനുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് എക്സാമൊക്കെ എഴുതാൻ പോകുമ്പോൾ അതിൻ്റെതായിട്ടുള്ളൊരു ഫ്രസ്ട്രേഷനും സ്ട്രെസ്സും ടെൻഷനും ഒക്കെ നമുക്കുണ്ട്. അപ്പം ക്വസ്റ്റ്യൻ പാറ്റേൺ എന്താണെന്നുള്ളത് ഇപ്പോഴേ നോക്കി പഠിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ എക്സാം നിങ്ങൾക്ക് ഈസി ആയിട്ട് എഴുതാൻ പറ്റും. ഓക്കെ, അല്ലാതെ പഠിക്കുമ്പോഴാണ് എന്തൊക്കെ തീർക്കണം, ഏതൊക്കെ തീർക്കണം, എങ്ങനെ ക്വസ്റ്റ്യൻ വരും, ക്വസ്റ്റ്യൻ ചോദിച്ചാൽ എവിടെ നിന്ന് എഴുതണം, എങ്ങനെ എഴുതണം എന്നുള്ള കൺഫ്യൂഷൻ. ഇത് നമുക്ക് കറക്റ്റ് ആ ക്വസ്റ്റ്യൻ പാറ്റേണിൽ തന്നെ പോയി കഴിഞ്ഞാൽ നമുക്കത് പെട്ടെന്ന് ആൻസർ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരുമ്പം ഇതും ഒത്തിരി പ്രാവശ്യം ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ്. ഓൾറെഡി ഈ ക്വസ്റ്റ്യൻ നമ്മൾ ഇതിനു മുമ്പുള്ളൊരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ തന്നേക്കാം. വിട്ടുകളയരുതും, ഒത്തിരി ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ജസ്റ്റ് ആ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒന്ന് എടുത്ത് നോക്കിക്കോ. ഒത്തിരി ചോദിച്ചിട്ടുള്ളതാണ്. കൺസർവേഷൻ ഓഫ് എനർജിയും ഫ്രീലി ഫോളിംഗ് ബോഡി. ഇനി അതിൻ്റെ കൂടെ തന്നെ വരുന്ന ക്വസ്റ്റ്യനാണ് draw the variation of kinetic and potential energy with the height of the body. കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജിയും എങ്ങനെ വേരി ചെയ്യും എന്നുള്ളത് വരയ്ക്കാനായിട്ട് ഗ്രാഫ് പ്ലോട്ട് ചെയ്യുന്നു. എനർജി, ഹൈറ്റ്, നമുക്കറിയാം ഹൈറ്റ് കൂടുന്നതനുസരിച്ച് ആര് കൂടിക്കൊണ്ടേയിരിക്കും? കൈനറ്റിക് എനർജി, പൊട്ടൻഷ്യൽ എനർജി അല്ലേ, mgh ഇക്വേഷൻ. h കൂടുന്നതനുസരിച്ച് കൈനറ്റിക് എനർജി കൂടിക്കൊണ്ടേയിരിക്കും. ഞാൻ പിന്നെയും പറഞ്ഞു തെറ്റിക്കുകയാണ്. ഹൈറ്റ് കൂടുന്നതനുസരിച്ച് പൊട്ടൻഷ്യൽ എനർജി കൂടിക്കൊണ്ടിരിക്കും. കാരണം mgh ആണ്. h കൂടിയാൽ എന്ത് കൂടും? എനർജി കൂടും. അപ്പോൾ പൊട്ടൻഷ്യൽ എനർജി ഹൈറ്റ് കൂടുന്നതനുസരിച്ച് കൂടിക്കൊണ്ടേയിരിക്കും. ഓക്കെ, അതുപോലെ കൈനറ്റിക് എനർജി എടുത്താലോ? കൈനറ്റിക് എനർജി ഗ്രൗണ്ടിൽ എത്തുമ്പോഴത്തേക്ക് എന്തായിട്ട് മാറും? 0 ആയിട്ട് മാറും. ഹൈറ്റ് 0 ആകുമ്പോഴത്തേക്കും കൈനറ്റിക് എനർജി എന്തായിരിക്കും? 0-ലെത്തും. പക്ഷേ ഇത് രണ്ടിൻ്റെയും ടോട്ടൽ എനർജി ഏത് സമയത്തും എങ്ങനെയായിരിക്കും? കോൺസ്റ്റൻ്റ് ആയിരിക്കും. ടോട്ടൽ എനർജി എന്ന് പറയുന്നത് = PE + KE ആണ്. അതെല്ലാം എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിരിക്കും. പൊട്ടൻഷ്യൽ എനർജി ഹൈറ്റ് കൂടുന്നതനുസരിച്ച് കൂടിക്കൊണ്ടിരിക്കും. കൈനറ്റിക് എനർജിയോ? ഫ്രീലി ഫോളിംഗ് ബോഡി ഗ്രൗണ്ടിൽ ടച്ച് ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ എനർജി എന്തായിട്ട് മാറും? 0 ആയിട്ട് മാറും. കാരണം വെലോസിറ്റി 0 ആവും അല്ലേ, ഗ്രൗണ്ടിൽ എത്തുമ്പോഴത്തേക്കും വെലോസിറ്റി 0 ആവും. വെലോസിറ്റി 0 ആകുമ്പോൾ അതിൻ്റെ കൈനറ്റിക് എനർജിയും 0 ആയിട്ട് മാറും. ടോട്ടൽ എനർജി എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിരിക്കും. ക്ലിയർ ആയോ? അടുത്തത് ഡിറൈവ് ആൻ എക്സ്പ്രഷൻ ടു ഫൈൻഡ് ദ പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ സ്പ്രിംഗ്. ഒരു സ്പ്രിങ്ങിൻ്റെ പൊട്ടൻഷ്യൽ എനർജി ഫൈൻഡ് ഔട്ട് ചെയ്യാനാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഒരു റിജിഡ് സപ്പോർട്ട് എടുത്തു. നമ്മൾ ഏതെങ്കിലും ഒരു സപ്പോർട്ടിൽ ഒരു സ്പ്രിങ് ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇനി അറ്റത്തൊരു ഒരു വെയിറ്റ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇത് പിടിച്ച് ഈ വെയിറ്റിനെ നമ്മളിങ്ങോട്ട് പുള്ളി ചെയ്യുവാണെങ്കിൽ ഈ സ്പ്രിങ് ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യും അല്ലേ.
അപ്പോൾ ഇതിനെ പുള്ളി ചെയ്യണമെങ്കിൽ നമ്മൾ വർക്ക് ചെയ്യണ്ടേ? ആ വർക്ക് ഇതിനകത്ത് എന്തായിട്ട് സ്റ്റോർ ചെയ്യും? പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് സ്റ്റോർ ചെയ്യും. നമ്മൾ ചെയ്യുന്ന വർക്ക് ഇതിനകത്ത് പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് സ്റ്റോർ ചെയ്യും. ഇനി ഇതിനെ ഇങ്ങോട്ട് പിടിച്ച് വലിക്കുമ്പോഴത്തേക്കും അല്ലെങ്കിൽ നമ്മൾ ഇങ്ങോട്ടേക്ക് സ്ട്രെച്ച് ചെയ്യുമ്പോഴത്തേക്കും ഈ സ്പ്രിങ്ങിൻ്റെ ടെൻഡൻസി പിന്നെയും പഴയ പൊസിഷനിലേക്ക് തന്നെ തിരിച്ചു വരാനായിരിക്കത്തില്ലേ? എത്രത്തോളം എക്സ്റ്റെൻഡ് ചെയ്തോ അത്രയും തന്നെ തിരിച്ചു പോരാനായിരിക്കും ഇതിൻ്റെ ടെൻഡൻസി എന്ന് പറയുന്നത്. അതായത് ഇതിനകത്ത് ഡെവലപ്പ് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് പ്രൊപ്പോർഷണൽ ടു എത്ര ഡിസ്പ്ലേസ്മെൻ്റ് ആണോ അതിൻ്റെ മൈനസ് വാല്യൂവിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും. എഫ് പ്രൊപ്പോർഷണൽ ടു മൈനസ് എക്സ് ആയിരിക്കും. ശരിക്കും നമ്മളിവിടെ യൂസ് ചെയ്യേണ്ട വേർഡ് എന്ന് പറയുന്നത് റീസ്റ്റോറിങ് ഫോഴ്സ്. റീസ്റ്റോറിങ് ഫോഴ്സ് നമ്മൾ ഫിസിക്സിൽ സെക്കൻഡ് ടെക്സ്റ്റിനകത്ത് ഫസ്റ്റ് ചാപ്റ്ററിനകത്ത് മെക്കാനിക്സ് ഓഫ് സോളിഡ്സിനകത്ത് വരുന്നതാണ് ഈ റീസ്റ്റോറിങ് ഫോഴ്സ് എന്ന് പറയുന്നത്. അതായത് ഏതൊരു ഒബ്ജക്റ്റിനെയും നമ്മൾ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്ത് അതിൻ്റെ ഷേപ്പിന് നമ്മൾ മാറ്റം വരുത്തുമ്പം അത് പിന്നെയും പഴയതിലേക്ക് തന്നെ തിരിച്ചു വരാൻ കാണിക്കുന്ന ഒരു ടെൻഡൻസി ഉണ്ടല്ലോ, ആ ഒരു ഫോഴ്സ് ഉണ്ടല്ലോ, അതിനെയാണ് നമ്മൾ റീസ്റ്റോറിങ് ഫോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അതൊക്കെ വിട്ടുകളയാം. നമുക്കിപ്പോൾ ഇത് മാത്രം പറയാം. സ്പ്രിങ്ങിനെ സ്ട്രെച്ച് ചെയ്യുമ്പോഴത്തേക്കും സ്പ്രിങ്ങിനുള്ളിലെ ടെൻഡൻസി എന്ന് പറയുന്നത് വീണ്ടും പഴയ പൊസിഷനിലേക്ക് തന്നെ തിരിച്ചു വരിക എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ അവിടെ ഒരു റീസ്റ്റോറിങ് ഫോഴ്സ് ഡെവലപ്പ് ചെയ്യും. ഇപ്പോൾ റീസ്റ്റോറിങ് ഫോഴ്സ് എഫ് ഈസ് പ്രൊപ്പോർഷണൽ ടു മൈനസ് എക്സ്. ഇനി കുറച്ചും കൂടി ആക്യുറേറ്റ് ആയിട്ട് നമുക്ക് എക്സാമിന് എഴുതണമെന്നുണ്ടെങ്കിൽ ബൈ ഹുക്സ് ലോ, ഹുക്കാണ് ഈ ലോ പറഞ്ഞിരിക്കുന്നത്. ബൈ ഹുക്സ് ലോ റീസ്റ്റോറിംഗ് ഫോഴ്സ് എഫ് ഈസ് പ്രൊപ്പോർഷണൽ ടു മൈനസ് എക്സ്. ബൈ ഹുക്സ് ലോ റീസ്റ്റോറിംഗ് ഫോഴ്സ് എഫ് ഈസ് പ്രൊപ്പോർഷണൽ ടു മൈനസ് എക്സ്. ഇനി പ്രൊപ്പോർഷണാലിറ്റി മാറ്റുമ്പോഴത്തേക്ക് നമുക്ക് മൈനസ് കെ ഇൻറ്റു എക്സ് എന്ന് കിട്ടും. ഈ കെയെ നമ്മൾ വിളിക്കുന്നത് സ്പ്രിംഗ് കോൺസ്റ്റന്റ് അല്ലെങ്കിൽ ഫോഴ്സ് കോൺസ്റ്റന്റ് എന്നാണ്. സ്പ്രിംഗ് കോൺസ്റ്റന്റ് തന്നെ പഠിച്ചിട്ടാൽ മതി. ഓക്കെ, ഇനി ഈ സ്പ്രിങ്ങിനെ ഞാനൊരു ഡി എക്സ് ഡിസ്റ്റൻസിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ പോവുകയാണ്, അല്ലെങ്കിൽ സ്പ്രിങ്ങിന് ഒരു ഡി എക്സ് ഡിസ്പ്ലേസ്മെൻറ്റ് കൊടുക്കാൻ പോവുകയാണ്. ടു ഗിവ് ഡി എക്സ് ഡിസ്പ്ലേസ്മെൻറ്റ് വർക്ക് ഡൺ, ഡി എക്സ് ചെറുതായതുകൊണ്ട് നമുക്ക് ഡി ഡബ്ല്യു എന്ന് എഴുതാം. ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻ്റ് ആണ് അല്ലേ, എഫ് ഇൻറ്റു ഡി എക്സ് ആണ്. ഇവിടുത്തെ എഫ് എന്ന് പറയുന്ന കെ എക്സ് അല്ലേ, നമുക്ക് നെഗറ്റീവ് വാല്യൂ അങ്ങ് കളഞ്ഞേക്കാം, മാഗ്നിറ്റ്യൂഡ് മാത്രമായിട്ട് എടുക്കാം. കെ എക്സ് അല്ലേ, കെ എക്സ് ഇൻറ്റു ഡി എക്സ് എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ വർക്ക് ഡൺ കിട്ടാൻ എന്ത് ചെയ്യണം? ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുക, കെ എക്സ് ഇൻറ്റു ഡി എക്സ്. കെ കോൺസ്റ്റൻ്റ് ആണ്, നമ്മൾ അതിനെ പുറത്തേക്ക് എടുക്കും. ബാക്കി ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത് എക്സ് ഡി എക്സ് ആണ്. ഇത്രയും മാത്രം ഓർത്താൽ മതി. ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് എക്സ് സ്ക്വയർ ബൈ 2 ആണ്. അങ്ങനെയാണെങ്കിൽ ഡബ്ല്യു ഈക്വൽ ടു ഹാഫ് കെ എക്സ് സ്ക്വയർ. ഹാഫ് കെ എക്സ് സ്ക്വയർ. ഈ ഡബ്ല്യു ആണ് ആരായിട്ട് സ്റ്റോർ ചെയ്യുന്നത്? പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് സ്റ്റോർ ചെയ്യുന്നത്. ഹാഫ് കെ എക്സ് സ്ക്വയർ. പൊട്ടൻഷ്യൽ എനർജി സ്റ്റോർഡ് ഇൻ എ സ്പ്രിംഗ് ഈസ് ഹാഫ് കെ എക്സ് സ്ക്വയർ. ക്ലിയർ ആയോ? ടു മോർ ക്വസ്റ്റ്യൻ ആണ്. ഇതിലൂടെ ചോദിച്ചിരിക്കുന്നത് എന്താ? ഡ്രോ ദ വേരിയേഷൻ ഓഫ് കൈനറ്റിക് എനർജി ആൻഡ് പൊട്ടൻഷ്യൽ എനർജി ഓഫ് ആൻ ഓസിലേറ്റിംഗ് സ്പ്രിംഗ്. ഒരു ഓസിലേറ്റിംഗ് സ്പ്രിങ്ങിൻ്റെ കൈനറ്റിക് എനർജിയുടെയും പൊട്ടൻഷ്യൽ എനർജിയുടെയും വേരിയേഷൻ വരയ്ക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. നേരത്തെ ചെയ്ത പോലെ തന്നെ ഇത് എനർജി, ഇത് മൈനസ് എക്സ് പ്ലസ് എക്സ്. ഒരു സ്പ്രിങ്ങിനെ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യിക്കുന്ന പോലെ തന്നെ കംപ്രസ് ചെയ്യിക്കാനും പറ്റുമല്ലോ അല്ലേ? ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യിക്കുന്ന പോലെ തന്നെ, ഇങ്ങോട്ട് ഫോഴ്സ് ഡിസ്പ്ലേസ്മെൻറ്റ് വരുന്ന പോലെ തന്നെ നമുക്ക് ഇങ്ങോട്ട് കംപ്രസ് ചെയ്യിക്കാനും പറ്റുമല്ലോ. അതുകൊണ്ടാണ് മൈനസ് എക്സ് ടു പ്ലസ് എക്സ് എടുത്തിരിക്കുന്നത്. നമ്മൾ ടോട്ടൽ എനർജി ഒന്ന് മാർക്ക് ചെയ്തതേ ഉള്ളൂ. കർവ് വരയ്ക്കുമ്പം നമുക്ക് കിട്ടുന്നത് ഇങ്ങനത്തെ 2 കർവുകളായിരിക്കും നമുക്ക് കിട്ടുന്നത്. ഇതിനകത്ത് മിനിമം പൊസിഷനിൽ 0 വരുന്നത് പൊട്ടൻഷ്യൽ എനർജി ആയിരിക്കും. അതുപോലെ കൈനറ്റിക് എനർജി അല്ലേ, ഇത് കൈനറ്റിക് എനർജിയുടെ കർവായിരിക്കും.
ഇത് പൊട്ടൻഷ്യൽ എനർജിയുടെ കർവ് ആയിരിക്കും. മിനിമം പൊസിഷനിൽ 0 ആയിരിക്കും എനർജി. കൈനറ്റിക് എനർജി നമുക്കറിയാം, റെസ്റ്റ് വന്നു കഴിയുമ്പോഴത്തേക്ക് എന്തില്ല, കൈനറ്റിക് എനർജി ഇല്ല. നമ്മൾ ആ സ്ട്രെച്ച് ചെയ്യുന്ന സമയത്ത്, അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഓക്സിലേറ്റ് ചെയ്യുന്ന സമയത്ത് മാത്രമേ അതിന് എന്തുള്ളൂ, കൈനറ്റിക് എനർജി ഉള്ളൂ. ഇങ്ങനെയാണെങ്കിൽ ഈ വരച്ചിരിക്കുന്നത് ആരായിരിക്കും, ഇത് ടോട്ടൽ എനർജിയാണ്. ഈ ഡോട്ടഡ് ലൈൻ ടോട്ടൽ എനർജിയുടെ ആയിരിക്കും. ഈ ഗ്രാഫും കൂടി വരയ്ക്കാൻ പഠിച്ചിട്ടുണ്ട് കേട്ടോ. ഇതും ഒത്തിരി പ്രാവശ്യം ചോദിച്ചിട്ടുള്ളതാണ്. ഒത്തിരി പ്രാവശ്യം ചോദിച്ചിട്ടുണ്ടെന്ന് പറയുന്നത് വെറുതെ പറയുന്നതല്ല. നിങ്ങൾ വേണമെങ്കിൽ ചെക്ക് ചെയ്തോളൂ, പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്ത് നോക്കിയോളൂ. ഇമ്പ്രൂവ്മെൻറ്റ് എക്സാമിനും പബ്ലിക് എക്സാമിനൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഇമ്പ്രൂവ്മെൻറ്റിനും പബ്ലിക്കിനും ചോദിച്ചിട്ടുള്ളതാണെങ്കിൽ ഉറപ്പായിട്ട് അത് മോഡൽ എക്സാമിനും ക്രിസ്മസ് എക്സാമിനും ഒക്കെ വരുന്ന ക്വസ്റ്റ്യൻസ് തന്നെയാണ്, ഒരു സംശയമില്ല. കഴിഞ്ഞ വീഡിയോയിൽ ഇതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് ഇട്ടിരിക്കുന്നത്, വർക്ക് എനർജി പവറിൻ്റെ. അപ്പോൾ അതിൻ്റെ ലിങ്ക് കമൻറ്റ് ബോക്സിൽ തന്നേക്കാം, അതും കൂടി ഒന്ന് നോക്കി പഠിച്ചോണം. നിങ്ങൾ ഇത് രണ്ടും പഠിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം ആ ചാപ്റ്റർ ഓൾമോസ്റ്റ് ഒന്ന് കംപ്ലീറ്റ് ആയതുപോലെ ആയിരിക്കും. പിന്നെ അതിൻ്റെ അകത്ത് വരുന്ന ന്യൂമറിക്കൽസും ഇതിനെ ബേസ് ചെയ്ത് തന്നെ വരുന്ന എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് എന്തെങ്കിലുമൊക്കെ ഉള്ളതും കൂടി നോക്കിക്കഴിയുമ്പോൾ ആ ചാപ്റ്റർ അങ്ങ് കംപ്ലീറ്റ് ആകും. അപ്പോൾ ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. എന്നും പറയുന്നത് പോലെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറന്നു പോയേക്കരുതേ. ഓക്കെ, താങ്ക് യു.